ഹായ് ഫ്രണ്ട്സ്, സോളോ ബൈക്ക് റൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒറീസയിലെ ഒരു പുരാതന നഗരം കട്ടക്ക് ജില്ലയുടെ ആസ്ഥാനം കൂടിയാണ്. 1000 വർഷത്തോളം പഴക്കമുള്ള ഒരു ചരിത്രവും പേർന്നൊരു നഗരമാണ്. അതുകൊണ്ട് ഈ നഗരത്തെ മില്ലേനിയം സിറ്റി എന്നറിയപ്പെടുന്നുണ്ട്. ഒറീസ ഹൈക്കോടതിയും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഒറീസയുടെ മുൻ തലസ്ഥാനം കൂടിയായിരുന്നു കട്ടക്ക്. എന്നാൽ ഇപ്പോൾ അത് ഭുവനേശ്വറായി. നഗരത്തിൻ്റെ ഏറ്റവും പഴയതും പ്രധാനപ്പെട്ടതുമായ ഭാഗം കഥാജോഡി നദിക്കും മഹാനദിക്കും ഇടയിലുള്ള ഒരു ഭൂപ്രദേശം ആണ്. കട്ടക്കും ഭുവനേശ്വറും ഒഡീഷയുടെ ഇരട്ട നഗരങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. വേനൽക്കാലത്ത് ചൂട് കൂടുതലും ശൈത്യകാലത്ത് 10 ഡിഗ്രി സെൽഷ്യസും വരെ താഴുകയും ചെയ്യുന്ന ഒരു കാലാവസ്ഥയാണ് ഇവിടെ. മൺസൂൺ കേരളം പോലെ തന്നെ ജൂൺ മുതൽ ആരംഭിക്കുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്തോട് ചേർന്ന് കിടക്കുന്നതായതുകൊണ്ട് കടലിൽ നിന്നുള്ള ചുഴലിക്കാറ്റ് ഉണ്ടാവാറുണ്ട്. 1971 കട്ടക്കിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിൻ്റെ ഫലമായി സംസ്ഥാനത്ത് 10,000-ഓളം പേർ മരിച്ചിട്ടുണ്ട്. 2013 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് മുംബൈക്കൊപ്പം കട്ടക്കും ആതിഥേയം വഹിച്ചിട്ടുണ്ട്. ഈ സ്റ്റേഡിയത്തിൻ്റെ പേരാണ് ബാരാബതി സ്റ്റേഡിയം. 1987, 1996 ക്രിക്കറ്റ് ലോകകപ്പും കട്ടക്കിൽ നടന്നിട്ടുണ്ട്. പ്രമുഖ ഇന്ത്യൻ സ്വാതന്ത്ര്യ സേനാനിയും ആസാദ് ഹിന്ദ് ഫൗജിൻ്റെ സ്ഥാപകനുമായ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മസ്ഥലം കൂടിയാണ് കട്ടക്ക്. ജാനകിനാഥ് ഭവൻ എന്നറിയപ്പെടുന്ന ഒറീസയിലാണ് നേതാജിയുടെ ജന്മസ്ഥലം. ഇതിപ്പോൾ നേതാജി ബർത്ത് പ്ലേസ് മ്യൂസിയം എന്ന പേരിൽ മ്യൂസിയമാക്കി മാറ്റിയിട്ടുണ്ട്. നേതാജി എഴുതിയ യഥാർത്ഥ കത്തുകളും നേതാജി ഉപയോഗിച്ച പ്രധാന വസ്തുക്കളും മ്യൂസിയത്തിലുണ്ട്. ഒറീസയുടെ അങ്കുൽ എന്ന ടൗണിൽ നിന്ന് കട്ടക്ക് നഗരത്തിലേക്ക് NH-55 കടന്നു പോകുന്നത്. NH പലയിടത്തും പണികൾ നടക്കുന്നുണ്ട്. 4 വേയും 6 വേയും ഒക്കെ ആയി വികസിപ്പിക്കുന്നതിൻ്റെ പണികളാണ് നടക്കുന്നത്. ഒഡീഷയുടെ വാണിജ്യ തലസ്ഥാനമായ ഇവിടെ ഒത്തിരി വ്യാപാര സ്ഥാപനങ്ങളും മറ്റും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം ദുർഗാപൂജയാണ്. കലാകാരന്മാരുടെയും പ്രിയപ്പെട്ട സ്ഥലമായ ഇത് ഒഡീഷയുടെ സാംസ്കാരിക തലസ്ഥാനമെന്നും കൂടി ഇതിനെ എല്ലാവരും വിളിച്ചു പോരുന്നു. നമ്മൾ ഈ കാണുന്നത് പോലെ പുരാതന ആയതുകൊണ്ടും അതിനുശേഷം കട്ടക്കിൽ നിന്ന് ഭുവനേശ്വർ തലസ്ഥാനമാക്കി മാറ്റിയതുകൊണ്ടും വലിയ വീതിയേറിയ വഴികൾ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ കട്ടക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം പട്ടാളത്തിൻ്റെ കൻ്റോൺമെൻറ്റ് എന്നും തലസ്ഥാന നഗരം എന്നുമാണ്. അങ്ങനെയാണ് കട്ടക്ക് ആയത് എന്നും പറയപ്പെടുന്നു.
കട്ടക്കിൽ നിന്ന് ഭുവനേശ്വർ പോകുന്ന NH 5 ആണ്. ഈ NHൻ്റെ പഴയ പേര് NH 16 എന്നായിരുന്നു. ഈ പോകുന്ന വഴിക്ക് NHൻ്റെ സൈഡിലൊക്കെ വീതിയൊക്കെ കൂട്ടി 6 വേ ലൈനാക്കുമ്പോൾ പഴയ ചെറിയ അമ്പലങ്ങൾ ഉള്ളിലുണ്ട്. ആ പോകുന്ന സൈഡിൽ വെച്ചിട്ട് എനിക്ക് അവിടുത്തെ ഒരു നാട്ടിലെ ഉത്സവം കാണാനിടയായി. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ വരുന്നത്. നമ്മൾ പുരിയിൽ ജഗന്നാഥ ടെമ്പിളിൽ രഥോത്സവമൊക്കെ നടക്കുന്നതിൻ്റെ ഫലമായി ചെറിയ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇതേപോലെ ഉത്സവങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞാണ് ഇവർ വലിയ ഉത്സവമായി ജഗന്നാഥ ടെമ്പിളിലേക്ക് രഥോത്സവത്തിന് പോകുന്നത്. ഈ ഉത്സവവും അവരുടെ ദേവീദേവന്മാരെയൊക്കെ ശ്രദ്ധിക്കുക.
ഈ ഉത്സവമെല്ലാം കണ്ട് നേരെ ഒറീസയുടെ തലസ്ഥാനമായ ഭുവനേശ്വർക്കാണ് അടുത്തായി പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ യാത്രയുടെ 7ാമത്തെ സംസ്ഥാനത്തിലൂടെയുള്ള യാത്രയിൽ അതിൻ്റെ ക്യാപിറ്റലിലേക്കാണ് ഞാൻ എത്തിച്ചേരാൻ പോകുന്നത്. ഭുവനേശ്വർ ടെമ്പിൾ സിറ്റി എന്നാണ് ഇതിൻ്റെ വിളിപ്പേര്. ആധുനിക ഭുവനേശ്വർ സ്ഥാപിതമായെങ്കിലും ഇന്നത്തെ നഗരത്തിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ ചരിത്രം BC 1-ാം നൂറ്റാണ്ടിലേതാണ്. ഹിന്ദു ബുദ്ധ ജൈന പൈതൃകങ്ങളുടെ സംഗമ സ്ഥാനം കൂടിയാണിത്. കലിംഗർ ക്ഷേത്രങ്ങൾ ഉൾക്കൊള്ളുന്നു. അവയിൽ പലതും പുരിയും കൊണാർക്കും ചേർന്ന് സ്വർണ്ണ ത്രിഭുജ ഗോൾഡൻ ട്രയാങ്കിൾ രൂപീകരിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും അധികം ജനങ്ങൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഭുവനേശ്വർ. ചണ്ഡീഗഡ് പോലെ ആധുനിക ഇന്ത്യയിലെ ആസൂത്രിത നഗരങ്ങളിലൊന്നാണ് ഭുവനേശ്വർ. ത്രിഭുവനേശ്വര എന്ന വാക്കിൽ നിന്നും 3 ലോകങ്ങളുടെ എന്നുള്ള അർത്ഥം വരുന്നതാണ് ഭുവനേശ്വർ. മൗര്യ ചക്രവർത്തിയായ അശോകൻ കലിംഗയെ ആക്രമിച്ച് പിടിച്ചടക്കിയ കലിംഗ യുദ്ധം BC 262-261 നടന്ന സ്ഥലം കൂടിയാണ് ഭുവനേശ്വറിനടുത്തുള്ള ധൗലി എന്നു വിളിപ്പേരുള്ള സ്ഥലം. പ്രധാന ശാസനങ്ങൾ ഒരു പാറയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. മൗര്യ സാമ്രാജ്യത്തിൻ്റെ പതനത്തിനു ശേഷം നിരവധി രാജാക്കന്മാരുടെയും ഭരണത്തിൻ്റെ ചരിത്രം പേറി അവസാനം ബ്രിട്ടീഷ് ഭരണത്തിലായി ഒഡീഷയിലെ ഖോർദ ജില്ലയിലാണ് ഭുവനേശ്വർ. നഗരത്തിൻ്റെ ഏറ്റവും പഴയ ഭാഗമായ പഴയ പട്ടണം ടെമ്പിൾ ടൗൺ എന്നാണ് അറിയപ്പെടുന്നത്. ലിംഗരാജ, നീലകണ്ഠ ശിവ, രാജറാണി, മുക്തേശ്വര ക്ഷേത്രങ്ങൾ എന്നിവയുൾപ്പെടുന്ന നിരവധി ക്ഷേത്രങ്ങളാൽ ഭുവനേശ്വർ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ ഭുവനേശ്വറിൽ ഒത്തിരിയധികം വ്യവസായങ്ങളുള്ള ഒരു പട്ടണം കൂടിയാണ്. ഭുവനേശ്വറിലെ കടലാസ്, ഉരുക്ക്, ഓട്ടോമൊബൈൽ, ഭക്ഷണം, ഫാർമ, ഇലക്ട്രോണിക്സ് എന്നീ വ്യവസായങ്ങൾ വളരെയധികം സമ്പന്നമാണ്. ജോക്കി, അതുപോലെ തന്നെ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് എന്നിവയുടെ കമ്പനികളെല്ലാം അവിടെ കാണുന്നുണ്ട്. നമ്മുടെ ലുലു ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് മാൾസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 1500 കോടി രൂപ നിക്ഷേപം നടത്തി ഷോപ്പിംഗ് മാളുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ, ലോജിസ്റ്റിക് ഹബ്ബ് എന്നിവ സ്ഥാപിക്കാൻ പദ്ധതിയിടുന്ന ഒരു നഗരം കൂടിയാണ്. മൊത്തം ജനസംഖ്യയുടെ 95% ഹിന്ദുക്കൾ അധിവസിക്കുന്ന ഒരു മേഖല കൂടിയാണ്. പോകുന്ന വഴിയെല്ലാം നല്ല നീറ്റും അതുപോലെ തന്നെ വഴിയോരങ്ങളിൽ ജനങ്ങൾക്ക് നടക്കുവാനുള്ള പാതയും വളരെ വീതിയുള്ളതും, ചില സൈഡിലെല്ലാം പച്ച കാർപ്പറ്റ് മേഞ്ഞ് ആൾക്കാർക്ക് നടക്കുന്നതിനൊക്കെ വേണ്ടി, അതേപോലെ രാവിലെ എക്സസൈസ് ചെയ്യാനും നടക്കുന്നതിനൊക്കെ വേണ്ടി നല്ല പച്ച കാർപ്പറ്റ് വിരിച്ച പോലെയുള്ള ചില പ്രതലങ്ങളൊക്കെ നമുക്ക് ഈ സിറ്റിയിലെ പല ഭാഗത്തും കാണാം. 2 സൈഡിലും ഒത്തിരി വൃക്ഷങ്ങളൊക്കെ വെച്ച് നല്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്ലാൻഡ് സിറ്റിയാക്കി ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. 1948കളിലാണ് ഇത് പ്ലാനഡ് സിറ്റിയായിട്ട് നിർമ്മിച്ചത്. അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു കട്ടക്കിലായിരുന്നു ഇവരുടെ തലസ്ഥാനമെന്ന്. ഭുവനേശ്വർ നേരെ എനിക്ക് കാണാൻ പോകേണ്ടത് ലിംഗരാജ ക്ഷേത്രമാണ്. ഭുവനേശ്വർ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ്. ഒറീസ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തീർത്ഥാടന കേന്ദ്രമാണ്. അതുപോലെ തന്നെ പോകുന്ന വഴിയിൽ അവർ ഫ്ലൈ ഓവർ ആയാലും എല്ലാം തന്നെ അതിൽ ബാലൻസ് വരുന്ന ഭാഗം നമ്മളെപ്പോലെ നാട്ടിൽ വാൾ പോസ്റ്റ് ഒട്ടിച്ച് കളയാതെ പെയിൻ്റൊക്കെ ചെയ്ത് നല്ല വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഭുവനേശ്വർ സിറ്റിയിലേക്ക് അടുക്കുംതോറും അവിടുത്തെ മുഖ്യമന്ത്രി ബിജു പട്നായിക്കിൻ്റെ വലിയ ഫ്ലെക്സുകളൊക്കെ വഴിനീളം കാണുന്നുണ്ട്, പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ലിംഗരാജ ക്ഷേത്രത്തിലേക്കാണ് എൻ്റെ യാത്ര. ഈ പോകുന്ന വഴിയിലാണ് ഇത് കടന്നിട്ടാണ് മഹാനദി ബ്രിഡ്ജ് ഉള്ളത്. ഈ മഹാനദി ബ്രിഡ്ജ് കടന്നാൽ ഭുവനേശ്വർ സിറ്റിയായി. നദി ഛത്തീസ്ഗഡിൽ നിന്ന് ഉത്ഭവിച്ച് കട്ടക്കിലിൻ്റെ അടുത്ത് ഇത് ഒറീസ സമതലത്തിലേക്ക് പ്രവേശിക്കുന്നു. നദി ഏകദേശം 900 കിലോമീറ്റർ സഞ്ചരിച്ച് പുരിയിൽ ഇത് ബംഗാൾ ഉൾക്കടലിൽ ചെന്നു ചേരുന്നു. ഈ നദിക്ക് കുറുകെയുള്ള പാലമാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ആ നദിയിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ മൺ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്.
ഹിരാകുഡ് അണക്കെട്ട് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഒറീസയിലെ സംബാൽപൂരിനടുത്ത് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
അമ്പലത്തിന് പുറത്തുള്ള ചുറ്റുമതിലിന് പുറത്തെ കൂടെ ഒരു വലിയ കല്ലുപാകിയ വീതിയുണ്ട്. അതിലെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഒരുത്തൻ ഈ കാറിൻ്റെ മുകളിൽ നിന്ന് ഈ അമ്പലം ഫോട്ടോ എടുക്കുന്നുണ്ട്. അതെല്ലാം കണ്ട് പോലീസുകാരും അത് ശ്രദ്ധിച്ചാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു, ഇവിടെ നല്ല സെക്യൂരിറ്റി ഉള്ള ഒരു ഏരിയ ആണ്, പ്രത്യേകിച്ച് അഹിന്ദുക്കൾക്ക് അമ്പലപ്രവേശനം നിരോധിച്ചിട്ടുള്ളതുമാണ്. അങ്ങനെ ഈ കൽപ്പടവിൽ കൂടെ വണ്ടി ഓടിച്ച് ഇതിലെ എല്ലാം നടന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ
അമ്പലത്തിൽ അവരെ കൂടെ വന്നിരുന്ന ഓരോരുത്തരെയും നിർത്തി ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. അവരും ഞാനും കുറച്ചു നേരം സംസാരിച്ചു. അവർ എവിടെ നിന്നാണ് ഞാൻ വന്നത്, എങ്ങനെയാണ് വന്നത് എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ മെല്ലെ എന്നെയും അവരവിടെ നിർത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു.